നമസ്കാരം. സ്വകാര്യ വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ നമ്മുടെ കാരണഭൂതന് മുന്നിലുള്ളത് നിരവധി ഭരണ രാഷ്ട്രീയ വിഷയങ്ങളാണ്. മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ രാജ്യസഭാ സീറ്റ് തർക്കം പരിഹരിക്കണം. അതാണൊരു പ്രധാന കീറാമുട്ടി. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ഗുണ്ട ആക്രമണങ്ങളും മറ്റൊരു പ്രധാന പരിഗണനാ വിഷയമാണ്. കാരണഭൂതൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടകൾ അങ്ങ് തെരുവിലിറങ്ങാൻ തുടങ്ങി. അത്രയും കാലം നമ്മുടെ ഈ ഗുണ്ടകളൊക്കെ കാരണഭൂതനെ ഭയന്ന് അവരുടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഭയമാണ്. കാരണം ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ പോയവനല്ലേ ഈ കാരണഭൂതൻ. ഗുണ്ടകൾ പോലും ഭയക്കുന്ന കാരണഭൂതൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയത് രാഷ്ട്രീയ വിവാദവുമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചാരണത്തിനായി പോകുമോ എന്നും കണ്ടറിയണം. കാരണം അവിടെയുള്ളവരൊക്കെ കാത്തിരിക്കുകയാണ്. ബംഗാളിലുള്ളവർ ഇന്ത്യയിലെ ആകെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ബംഗാളികളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അദ്ദേഹത്തെ കാരണഭൂതനെ കണ്ട് മനം നിറഞ്ഞിട്ട് അവരവരുടെ നാടുകളിലൊക്കെ അറിയിച്ചു കാരണഭൂതൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ. അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ കാരണഭൂതനെ ഒന്ന് കാണാനും വർത്തമാനം ഒന്ന് കേൾക്കാനും. അപ്പം ഈ മാസം 6-ാം തീയതിയാണല്ലോ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. പകരം ചുമതലയോ ആർക്കും നൽകിയിരുന്നില്ല. LDFിലെ പ്രമുഖ ഘടകകക്ഷികളെല്ലാം രാജ്യസഭാ സീറ്റിനായിട്ടിപ്പോൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അത് മുന്നണിക്ക് തന്നെ ഒരു തലവേദനയായി തീർന്നിരിക്കുകയാണ്. CPI, കേരള കോൺഗ്രസ് എം, RJD, NCP എന്നിവരെല്ലാം അവകാശവാദവുമായി രംഗത്തുണ്ട്. ആന്റണി രാജു മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. പിന്നെ നമ്മുടെ ഗണേഷ് കുമാറും ഉണ്ട്. ഇവരൊക്കെ ഒറ്റയാൾ പട്ടാളക്കാരാണ്. അതുപോലെ നമ്മുടെ കടന്നപ്പള്ളി പാവം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം കിട്ടി. അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ. ആ മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിയായി ഉണ്ടുറങ്ങുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമാണ് രാജ്യസഭാ സീറ്റ് ഒരേ സമയം ഒഴിയുന്നത്. 3 ഒഴിവുകളിൽ 2 LDFിനാണ്. അതിൽ 1 CPMനും. CPIക്ക് സന്തോഷ് കുമാർ കൂടി രാജ്യസഭാ അംഗമായിട്ടുണ്ട്. ജോസ് കെ മാണി മാത്രമാണ് നിലവിൽ കേരള കോൺഗ്രസ് എം രാജ്യസഭാ പ്രതിനിധി. ജൂണിലാകും രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരിക. 5-ാം ഘട്ടത്തിലെ മെയ് 20-ന് വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിലും 6-ാം ഘട്ടത്തിൽ 25-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി സാധാരണ നിലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാറില്ലെന്ന് പാർട്ടി നേതൃത്വം പറയുന്നു. കാരണം ഇവിടെ ഈ കിടന്ന് കാണിക്കുന്ന പോരികളൊന്നും അവിടെ പോയി കാണിക്കാൻ പറ്റത്തില്ല. അതൊന്നും അവിടെ അവരാരും കാര്യമാക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ പോകാറില്ല. ഇവിടെ അല്ലേ ഓരോരുത്തരുടെ നേരെ കടക്കുപുറത്ത് അമ്മാതിരി കമൻറ്റുകളൊന്നും വേണ്ട എന്നൊക്കെയുള്ള വർത്തമാനം അവിടെ ഉള്ള പോയാലേ അവിടെ ആരും ഇത് മൈൻഡ് ചെയ്യുന്നത്. നാട്ടിലുള്ളപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോയിരുന്നില്ല എന്നാണ് പാർട്ടി പറയുന്നത്. പോയാലും ഏത് ഭാഷയിൽ സംസാരിക്കും? കേരളത്തിൽ കോൺഗ്രസുമായി CPM നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇരു പാർട്ടികളും. മുഖ്യമന്ത്രി പ്രചാരണത്തിനിറങ്ങിയാൽ ഇക്കാര്യം അവിടെ രാഷ്ട്രീയ ചർച്ചയാകും. ഇനിയും ഗുണ്ടകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരെ കർശന നടപടികൾ വേണ്ടിവരും. മുൻപ് നടന്ന ഉന്നതതല യോഗങ്ങളിൽ മുഖ്യമന്ത്രി കർശന നടപടികൾ നിർദ്ദേശിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ അവതാളത്തിലാവുകയും ചെയ്തു. കാരണം നമ്മുടെ പോലീസ് മേധാവിയായിട്ടിരിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ആൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അങ്ങ് നടത്തുന്നുണ്ടല്ലോ. ഗുണ്ടകളൊക്കെ അങ്ങ് പോലീസ് ആസ്ഥാനത്തിൻ്റെ അടുക്ക വരെ വന്ന് കിടന്ന് വിളയാടുകയാണ്. എന്നിട്ടും അവിടുത്തെ ഈ പോലീസ് മേധാവി എന്ന് പറയുന്ന ആ പുങ്കവൻ അവിടെ ഇരുന്ന് ഉറക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാരണഭൂതൻ എത്തിയിട്ടുണ്ട്. ഇനി കാരണഭൂതൻ എല്ലാം കൈകാര്യം ചെയ്യും.